അക്ഷരം അക്ഷയപാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അക്ഷരം അക്ഷയപാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അജ്ഞതയാം അന്ധകാരത്തിനപ്പുറം അറിവിൻ വെളിച്ചമായി മാറിയിടുക. അക്ഷരം അക്ഷയപാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അക്ഷരം അക്ഷയപാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അജ്ഞതയാം അന്ധകാരത്തിനപ്പുറം അറിവിൻ വെളിച്ചമായി മാറിയിടുക. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ PN പണിക്കരുടെ ചരമദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനദിന ആശംസകൾ. മലയാളം ആന പഠിച്ചാരെ വായനശീലങ്ങളുള്ളവരാക്കി തീർത്ത മഹാനായ PM പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നുള്ള ഓരോ സാഹിത്യകാരന്മാരുടെയും വാക്കുകൾ നമ്മെ ഓരോന്നായി ഓർമ്മിപ്പിച്ച് വായനയുടെ അത്ഭുത ലോകത്തേക്ക് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും പ്രധാനമായ മാർഗം വായനാശീലം വർദ്ധിപ്പിക്കുക എന്നതാണ്. നമുക്ക് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി ഇന്ന് കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലുമായി നമ്മുടെ കഴിവുകളും ബുദ്ധിജനവുമായ കുറഞ്ഞു വരികയാണ്. മലയാളിയ വായന പഠിക്കുക വായനശീലമുണ്ടാകാൻ തീർത്ത മഹാനായ PM പണിക്കരുടെ ജന്മദിനമായാണ് ജൂൺ 19 വായനാദിനമാണ്. അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായനയെന്നൊരു കർമ്മത്താൽ. വായിച്ചെങ്ങനെ വളരണം, നേടണമെന്നൊരു വിജ്ഞാനം.